ഞാനിന്നങ്ങനെ നല്ലൊരു ഗ്രീൻ പീസ് കൊണ്ടുള്ളൊരു കറി വയ്ക്കാൻ പോകുന്നു. ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും. ചിലർ പറയും പീസ് കറി എന്ന് പറയും. അതങ്ങനെ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടൊന്ന് വേവിച്ച് ചെയ്യുന്നുണ്ട്. ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങുമാണ് നമ്മളെ ചപ്പാത്തിക്കുള്ള കറി. അതിനുവേണ്ടി തേങ്ങയൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ചട്ടി വെച്ച് അതിൽ നമ്മൾ ഇതിട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണതുകൊണ്ടാണ് ഇത് ചെയ്യുന്നതൊക്കെ കാണിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നല്ല ഒരു പീസ് കറിയാണ്. നമുക്കിന്ന് ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്നതാണ്. ഇത് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി അരിഞ്ഞതാണ്. നല്ല ഒരു ടേസ്റ്റിയായ കറിയാണ്. കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും. ഫോണിങ്ങനെ വച്ചിട്ട് എടുക്കാനുള്ള സംവിധാനമായില്ല. കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയൊക്കെ ചെയ്യണത്. അതുകൊണ്ടാണ് പറയണത്. നമ്മളിതിൽ മുളകൊക്കെ നമ്മളിതിൽ അരിഞ്ഞെത്തിക്കുന്നു. വേറെ മുളക് വരും. 2 മുളക് ഇട്ടിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലതായിട്ടൊന്ന് വാടി വന്നു. നമ്മളെ വീഡിയോ നിങ്ങളൊക്കെ കാണണേ. ഇതിൽ അരപ്പ് വെച്ച് കൊടുക്കും. തേങ്ങയും പെരുംജീരകവും 1 സ്പൂൺ മല്ലിപ്പൊടിയും ശകല മഞ്ഞൾപ്പൊടിയും ഇട്ട് അടിച്ച് വെച്ചിരുന്നതാണ്. നമ്മളിതിൽ പെരുംജീരകമാണ് ഇട്ടത്. ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് കടല നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കടല. എല്ലാവരും ഇതിനെ പീസ് കറി എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ പറയണത് പച്ചക്കടലയും. 2-3 രീതിയിലൊക്കെ ഇത് പറയും. നല്ലൊരു കറിയാണ്. ചപ്പാത്തിക്കായാലും ദോശയ്ക്കായാലും എന്തിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയ നല്ല ഒരു കറിയാണ്. ഒരുപാടങ്ങ് പറയാത്തതുകൊണ്ട് ഞങ്ങളെ കറി കാണാതെ പോകരുത്. നമ്മൾ ഇത്തിരി കൂടെ അങ്ങോട്ടൊരു സ്റ്റിക്കൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ നേരെ കാണിക്കാം. കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. നിങ്ങളിത് കാണണം. നമ്മളെ കറി ഉപ്പ് നേരത്തെ ഇട്ടാണ് വേവിച്ചത്. ഒരു ശകല ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചത്. നല്ല ടേസ്റ്റിയായ ഒരു ഗ്രീൻ പീസ് കറിയാണ്. പച്ചക്കടല അരിയൊന്ന് തിളയ്ക്കുന്നു.
എല്ലാവരും കാണാതെ പോവല്ലേ നമ്മളെ വീഡിയോ. കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. ഇത് ഒരുപാട് ആഡംബരമൊന്നുമില്ലാത്തൊരു കറിയാണ്. അത്രയൊക്കെ പറയാനുള്ള സമയവും എടുത്തിട്ടില്ല. നിങ്ങളെപ്പോലുള്ളവർ നമ്മളെ കറി കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ പോകരുത്. എന്നിട്ട് നമ്മൾ കടുക് വറുത്തച്ചെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഒരു ഗ്രീൻ പീസ് കറിയാണ്. ദോശയുടെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും ഇത് കഴിക്കാൻ പറ്റിയ നല്ല ഒരു കറിയാണ്. കണ്ടല്ലോ നമ്മുടെ ഗ്രീൻ പീസ് കറി. കണ്ടിട്ട് ലൈക്ക് ചെയ്യണേ. ഉണ്ടോ? ഇനി നമ്മളിത് ഇത്തിരി കൂടെ ഒന്ന് വറ്റിയിട്ട് നമ്മൾ ഇറക്കും. അത്രത്തോളം കാണിക്കണില്ല, നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളണം. കുറച്ചുകൂടി കറി ഒന്ന് ഇതാകുമ്പോൾ നമ്മൾ ഇറക്കും. ഉണ്ടാവും നമ്മളെ കറി. ഓക്കേ.